ധനുഷ്കോടി ഒരു ദുഃഖകഥ. അതീവ സന്തോഷത്തോടെയാണ് ധനുഷ്കോടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ധനുഷ്കോടി മിനി സിംഗപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന വ്യാപാര കേന്ദ്രം. അവിടെ കപ്പലിൽ നിറയെ സാധനങ്ങളെത്തും. ട്രെയിനിലൂടെ മറ്റ് നഗരങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വൻ വ്യാപാര സാധ്യതകളുള്ള ഇടമായി. ബംഗാൾ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന പ്രദേശം. കരയിൽ നിന്നും കടലിലേക്ക് ഒരു ചിറ കെട്ടിയ മാതിരി പ്രകൃതി തന്നെ ഒരുക്കിയ അരിച്ചാർ മുനമ്പ്. അതുവരെ എത്തുന്ന റോഡായിരുന്നു അവിടുത്തെ പ്രത്യേകത. അതിനും ഒരു ചരിത്രമുണ്ട്. രാമായണം എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന രാവണൻ കോട്ട സ്ഥിതി ചെയ്യുന്ന ലങ്കയിലേക്ക് രാമനും സംഘത്തിനും സുഗമമായി സഞ്ചരിക്കാനായി വാനരസേന കടലിലൂടെ ഒരു ചിറ കെട്ടിയ സ്ഥലം. ധനുഷ്കോടിയിൽ നിന്നും ദൃഷ്ടിഗോചരമായ ലങ്ക വെറും 30 കിലോമീറ്റർ അകലെ മാത്രം. ഒരു ഹനുമാന് തീ കൊണ്ട് നശിപ്പിക്കാനാവുന്ന ഇടമെല്ലാം നശിപ്പിച്ചു. എങ്കിലും അവരുടെ പിന്മുറക്കാർ തിരിച്ചുവരവിലൂടെ പടുത്തുയർത്തിയ കോട്ടകൊത്തളങ്ങൾ ലോകജനതയെ അത്ഭുതപ്പെടുത്തുമാർ രമ്യഹർമ്മങ്ങൾ നിർമ്മിച്ചു എന്നതും ചരിത്രം. ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കും തോറും ആകാംക്ഷയേക്കാൾ വായിച്ചും പറഞ്ഞും കേട്ട കഥകളാണ് തികട്ടി വന്നത്. അതുവരെയുള്ള യാത്രയിൽ കാണാൻ കഴിയാതിരുന്ന പുതിയ പുതിയ കാഴ്ചകൾ വാനവും ഭൂമിയും ഒരുമിച്ച് അണിയിച്ചൊരുക്കുന്നു. ആദ്യം കണ്ടത് പാമ്പൻ പാലം. 1914 ബ്രിട്ടീഷുകാർ പണിത അത്ഭുതം. കടലിന് മുകളിലൂടെ ഏതാണ്ട് 2.25 കിലോമീറ്ററോളം നീളമുള്ള പാലം. ഉരുക്കുപാളങ്ങൾ കൂട്ടിയിണക്കി നിർമ്മിച്ചതാണ് എന്ന് മാത്രമല്ല, ട്രെയിൻ പോകാൻ നിർമ്മിച്ചിട്ടുള്ള പാലം കപ്പലുകൾക്ക് കടന്നു പോകാനായി 2 പിളർന്നു മാറുന്ന ഒരു ആർച്ച്. കപ്പൽ കടന്നുപോയ ശേഷം തിരികെ യഥാസ്ഥാനത്തെത്തുന്ന റെയിൽപാതയാവും. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. അത്ഭുതത്തേക്കാൾ അഭിമാനമാണ് ഉള്ളിൽ ഉയർന്നു വരിക. അന്ന് 70 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് മനസ്സുകൊണ്ടൊരു സല്യൂട്ട് നൽകാതെ കടന്നു പോകാനായില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത് തകർന്നുപോയ ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ. കരിങ്കല്ലിൽ പണിത മുൻവശത്തെ ചുവരും അതിലെ പ്രവേശന കവാടവും കാണുമ്പോഴേ മനസ്സിലാവും അതൊരു ദേവാലയത്തിൻ്റെ ഭാഗമാണെന്ന്. അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത ശേഷം അകത്ത് കിടന്നാൽ കാണുന്നത് അൾത്താര. അതും പൂർണ്ണമായി നശിക്കാതെ നിലനിൽക്കുന്നു. എത്രയെത്ര മനുഷ്യർ അവരുടെ ദുഃഖങ്ങളും വൈഷമ്യങ്ങളും സന്തോഷവും സമർപ്പിച്ച് പ്രാർത്ഥനയുടെ പൂക്കൾ അർപ്പിച്ച ഇടമാണ്. ഒപ്പം ദിവ്യബലി അർപ്പിക്കുന്ന വൈദികർ അവർ പുകച്ച കുന്തിരിക്കത്തിൻ്റെ സുഗന്ധവും അലങ്കാരപ്പൂക്കളുമെല്ലാം മൺമറഞ്ഞു പോയിരിക്കുന്നു. അവിടെയെല്ലാം പരതിയിട്ടും സെൻറ്റ് ആൻ്റണീസ് ചർച്ച് എന്നൊരു നാമധേയം മാത്രം എഴുതിയത് കാണപ്പെട്ടില്ല. അവിടെ നിന്നും പുറത്ത് കടന്നപ്പോഴാണ് ദുഃഖം തളം കെട്ടിയ മുഖമായി ഇരുന്ന ചിന്നദുരൈ എന്ന 75-കാരനെ പരിചയപ്പെടാനിടയായത്. എനിക്കന്ന് 14 വയസ്സ്. 1964 ഡിസംബർ 23 11:50 ആ മരണക്കാറ്റ് വീശിയത്. മിനി സിംഗപ്പൂർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കേൾവി കേട്ട ഇടത്തെ കൂറ്റൻ തിരമാലകൾ വന്ന് തകർന്ന് തരിപ്പണമാക്കിയത്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അതിനോടനുബന്ധിച്ച് ക്വാർട്ടേഴ്സുകൾ, കൂറ്റൻ വാട്ടർ ടാങ്ക്, ആശുപത്രി, പള്ളിക്കൂടം, ബുദ്ധമതക്കാരുടെ ധർമ്മശാല, ലോഡ്ജുകൾ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. വരൂ, അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ കാട്ടിത്തരാം. ആ മനുഷ്യൻ ഞങ്ങളോടൊപ്പം നടന്നു. റെയിൽവേ സ്റ്റേഷനടുത്ത് കുറേ കെട്ടിടാവശിഷ്ടങ്ങൾ, വാട്ടർ ടാങ്കിൻ്റെ കൂറ്റൻ തൂണുകളും കാണാം. പിന്നെ എല്ലാം മണ്ണിനടിയിൽ പെട്ടുപോയി. അന്നത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ചോദ്യത്തിന് എങ്ങനെ മറക്കാനാണ്? ഒരു ജനതയുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ ആ നാളുകൾ എങ്ങനെ മറക്കും? അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. 1964 ഡിസംബർ 19 ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അത് ചുഴലിക്കാറ്റായി മാറി. 22 അത് സിലോണിലെത്തി മഹാനാശനഷ്ടം വിതച്ചു. ഏതാണ്ട് 2000 കോടി രൂപയുടെ നാശമുണ്ടാക്കി. പ്രകൃതി ആകെ ഇരുൾ മൂടി മൗനം പാലിച്ചു. പക്ഷെ അത്
ധനുഷ്കോടി എന്ന സ്വർഗീയ ഭൂമിയെ ഉന്മൂലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് ആരും കരുതിയില്ല. 21-ാം തീയതി ഞാനും എൻ്റെ 20 വയസ്സുള്ള സഹോദരിയും ഭർത്താവുമൊത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ശിവാജി ഗണേശനും സാവിത്രിയും വരുന്നുണ്ടെന്ന് അറിഞ്ഞാണ് പോയത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതിനാൽ അവരവിടെ ഇറങ്ങിയില്ല. തിരികെ തഞ്ചാവൂർക്ക് പോയി. അവിടെയും ഇറങ്ങാനാവാതെ തിരികെ പോയി എന്നാണ് പറഞ്ഞു കേട്ടത്. ദുഃഖഭാരത്തോടെയാണ് ഞങ്ങൾ മടങ്ങിയത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ നാളുകളായിരുന്നു. അടുത്ത ദിവസം രാത്രി അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനായി. പിന്നെ വരുന്നത് ക്രിസ്മസ് രാത്രിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളും ഭർത്താവും പിന്നെ മടങ്ങി വന്നില്ല. അവർ മാത്രമല്ല, എൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായി. മദ്രാസ് ധനുഷ്കോടി ട്രെയിൻ ധനുഷ്കോടിയിലെത്തും മുമ്പ് ഡ്രൈവർ പറഞ്ഞു, ഭയങ്കര കാറ്റും പ്രകൃതിക്ഷോഭവുമാണ്, ഇനി ഞാൻ ട്രെയിൻ മുന്നോട്ടെടുക്കില്ല. ധനുഷ്കോടിയിലേക്കുള്ള 100 യാത്രക്കാരും 5 ജീവനക്കാരും ആകെ വിഷമത്തിലായി. പോലീസ് എസ്കോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓടിക്കാം എന്നായി ഡ്രൈവർ ദൊരൈസ്വാമി. സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ പറഞ്ഞു, ഞാൻ എസ്കോർട്ട് വരാം, ട്രെയിൻ ഓടിക്കൂ. ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നോ എന്ന സന്ദേശം എത്തും മുമ്പ് ട്രെയിൻ തിരിച്ചു കഴിഞ്ഞിരുന്നു. റെയിൽവേ പാളമടക്കം ട്രെയിനിലെ സകല യാത്രക്കാരും ജീവനക്കാരും തിരമാലകൾക്കിടയിലൂടെ ഒലിച്ചു പോകും. നടന്നും കാറിലുമായി ഞങ്ങൾ ആറിച്ചൻ മുനമ്പിലെത്തി. അവിടെ പ്ലാറ്റ്ഫോമിൽ അശോകസ്തംഭം ഉയർന്നു നിൽക്കുന്നു. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി. അവിടെ നിന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാം. ഞങ്ങൾ എടുക്കാവുന്നിടത്തോളം ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, പണ്ട് ശ്രീരാമനും സംഘവും കെട്ടിയ കരിങ്കൽ ചിറ ഇന്നും വെള്ളം മൂടിക്കിടപ്പുണ്ട്. രാമസേതു പൊളിച്ചു മാറ്റി കപ്പൽ യാത്ര സുഗമമാക്കാനുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയെങ്കിലും എന്തുകൊണ്ടോ നടന്നില്ല. രാമേശ്വരം ധനുഷ്കോടി റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ റെയിൽവേ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയെങ്കിലും തമിഴ്നാട് സർക്കാരിൻ്റെ എതിർപ്പ് മൂലം അതും നടന്നില്ല. സർ, എന്തോ ഒരു ശാപം പോലെയാണ് എല്ലാം നടമാടുന്നത്. ആ ദുരന്തത്തിന് ശേഷം അവശേഷിച്ച ഞങ്ങളെപ്പോലെ കുറേ മനുഷ്യരുണ്ടായിരുന്നു. ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മിക്കുമ്പോൾ വേദന തോന്നും. എങ്കിലും ഞങ്ങൾ തളർന്നില്ല. കടലിൽ നിന്ന് മീൻ പിടിച്ച് ഉണക്കി തലച്ചുമടായി തഞ്ചാവൂരിലെത്തിച്ച് കച്ചവടം ചെയ്യും. അങ്ങനെയാണ് ജീവിച്ചത്. ഒരു 25 വർഷം മുമ്പാണ് ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത്. അത് 5ആയി 10ആയി. ഇന്ന് എണ്ണിയാലൊടുങ്ങാത്തത്ര വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. 6 മണി കഴിഞ്ഞാൽ ആരെയും അവിടെ തങ്ങാൻ അനുവദിക്കില്ല. എന്തായാലും ഇത്രത്തോളമായില്ലേ സാർ? ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ധനുഷ്കോടി വൈകാതെ പഴയ പ്രതാപത്തിലെത്തുമെന്ന്. പ്രേത നഗരമെന്ന ആ പേര് മാറും. ആ മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രത്യാശയുടെ പ്രകാശം തെളിഞ്ഞു. ആ മനുഷ്യനോട് പറയണമെന്ന് തോന്നി. ബൈബിളിൽ സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങളുടെ കഥ പറയുന്നത് ഇങ്ങനെ: വിശിഷ്ടമായൊരു ഉറവ അവിടെ ഉണ്ടായി. ആ ഉറവയിൽ കുളിച്ചാൽ സകല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടും എന്ന വാർത്ത പരന്നതോടെ നാനാദേശത്ത് നിന്നും അവിടത്തേക്ക് ജനമൊഴുകി. അതോടെ അവിടെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു. വമ്പൻ കെട്ടിടങ്ങൾ ഉയർന്നു. അതിനോടനുബന്ധിച്ച് കച്ചവടവും വ്യഭിചാരവും വർദ്ധിച്ചു. ആ വ്യവസായം തഴച്ചു വളർന്നു. അതിൻ്റെ അതിര് ലംഘിച്ചതോടെ ഒരു രാത്രിയിൽ ഒരു വെള്ളപ്പൊക്കം വന്നു. 3 നില കെട്ടിടത്തിന് മുകളിൽ വരെ വെള്ളമുയർന്നു. ആ വെള്ളം എല്ലാത്തിനെയും നിലം പരിശാക്കി പിൻവാങ്ങി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം. ആ മനുഷ്യനോട് പറയാൻ മടിച്ച കഥ യാത്രയിലുടനീളം മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും മനസ്സിലുയർന്ന ഒരു ചോദ്യം: ധനുഷ്കോടി ദുരന്തത്തിന് പിന്നിലും സുന്ദരമായ ഒരു സ്ഥലം നഗരമായി മാറിയതിൻ്റെ പിന്നിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ശാപത്തിൻ്റെ കഥയുണ്ടോ? അറിയില്ല. ചരിത്രത്തിൻ്റെ ഏടുകളിൽ മുങ്ങിത്തപ്പണം. കണ്ടെത്തിയാൽ ലോകത്തോട് വിളിച്ചു പറയണം ഈ പ്രേത നഗരത്തിൻ്റെ കഥ.